വയനാട് മാനന്തവാടിയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം എത്തിക്കാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ലെന്ന് പരാതി. ഓട്ടോറിക്ഷയിലാണ് ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ടി അനീസലി ചേരുന്നു. അനീസലി, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? ഇന്നലെയാണ് എടവക വീട്ടിച്ചൽ ഊരിലെ ചുണ്ടമ്മ മരിച്ചത്. രാവിലെ 10 മണിയോടുകൂടി മരിച്ചു. അതിനുശേഷം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനോട് ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 4 മണി വരെയും ഇവർ കാത്തിരുന്നിട്ടും ആംബുലൻസ് വിട്ടു നൽകിയില്ല. ഇതേ തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് മൃതദേഹം 4 കിലോമീറ്റർ അപ്പുറമുള്ള ശ്മശാനത്തിലേക്ക് എത്തിക്കുന്നത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. ഇന്നിപ്പോൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് മാനന്തവാടിയിലെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് UDF എടവക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ആദിവാസി വിഭാഗത്തിന് നേരെയുള്ള അധികൃതരടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്ന അവഹേളനത്തിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായി. നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളും ആദിവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആദിവാസികൾക്ക് നേരിടേണ്ടി വരുന്ന അവഹേളനത്തിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ നേരത്തെ ഓട്ടോറിക്ഷയിൽ കാറിൽ ഒരു ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച് ഒരു 1/2 കിലോമീറ്ററോളം കൊണ്ടുപോയത് വലിയ നടുക്കമുണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നൽകിയത് ടി അനീസലി ആയിരുന്നു.